ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മുടെ 2025 ഈ ഓണപരീക്ഷയ്ക്ക് മാത്സിലെ ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് വരുന്ന ഉറപ്പായിട്ട് വരുന്ന 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു 40 മിനിറ്റ് ചിലവാക്കിയാൽ ഒരു 20 മാർക്ക് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു 40 മിനിറ്റാണ് ഞാൻ ചോദിക്കുന്നത്, 20 മാർക്ക് വരെ കിട്ടും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. എന്നിട്ട് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം. ഓക്കെ, ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യണം, താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എല്ലാ പാഠത്തും കൂടി ഏറിയ ഒരു 15 ചോദ്യം അല്ലെങ്കിൽ ഒരു 20 ചോദ്യം ഉണ്ടാവും. ആദ്യത്തെ 4 പാഠങ്ങളാണ് പരീക്ഷിക്കുന്നത്. ഈ 4 പാഠത്തുനിന്നും കൂടി ഒരു 20 ചോദ്യം മാക്സിമം ഉറപ്പായിട്ടും വരുന്ന ഒരു 20 ചോദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ ആണോ? നിങ്ങൾ 20 എണ്ണം പഠിച്ചാൽ ഏറ്റവും മോശം അവസ്ഥയിൽ പോലും ഒരു 15 ചോദ്യം നിങ്ങൾക്ക് വന്നിരിക്കും. ഒരു പക്ഷേ അതൊരു 18, ചിലപ്പോൾ 20 വരാനുള്ള ചാൻസ് വരെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ അതിൽ ആദ്യത്തെ പാഠം സമാന്തര ശ്രേണികൾ, അരിത്തമെറ്റിക് സീക്വൻസ്. അതിലെ ഉറപ്പായിട്ട് വരുന്ന 5 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ പിന്തുണ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഈ രൂപത്തിലായിരിക്കും. എന്താണ്? 1, 6, 11. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു സമാന്തര ശ്രേണിയാണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നമ്മളവിടെ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ ഒരു സമാന്തര ശ്രേണി തന്നിട്ട്, അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, ഇതിന്റെ പൊതുവ്യത്യാസം എത്രയാണ്? പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താണ്? കോമൺ ഡിഫറൻസ്. ഉറപ്പായിട്ടും കാണാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാൻ അറിയാലോ. ഡി ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? 2 മെത്തേഡ് ഉണ്ട് കോമൺ ഡിഫറൻസ് കാണാൻ. ഇവിടെ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം, x2 മൈനസ് x1 അല്ലേ? x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറയ്ക്കുക. ഇവിടെ നമുക്ക് ഏതൊക്കെ പദങ്ങൾ തന്നിട്ടുണ്ട്? x1 തന്നിട്ടുണ്ട്, x2 തന്നിട്ടുണ്ട്, x3 തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്കിവിടെ രണ്ടാമത്തെ പദവുമുണ്ട്, ഒന്നാമത്തെ പദവുമുണ്ട്. അപ്പൊ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആവുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം 6 മൈനസ് 1. x2 എന്ന് പറഞ്ഞാൽ 6, x1 എന്ന് പറഞ്ഞാൽ 1. 6 മൈനസ് 1 സമം 5. നമുക്ക് കോമൺ ഡിഫറൻസ് 5 ആണല്ലോ. ഇതെങ്ങനെയൊന്നും ചെയ്യേണ്ട, നമുക്ക് നോക്കിയാൽ അറിയാം. 1 നിന്ന് 6 എത്താൻ എത്രയുണ്ട്? 5. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ഉറപ്പായിട്ടും വരും, ഷുവറാണ്. ഓക്കെ, ഇനി ഇതില് ബി ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിന്റെ ഒപ്പം വരാൻ ചാൻസ് ഉള്ള അടുത്തൊരു ചോദ്യമാണ്, ഇതിലെ 10ാം പദം കണ്ടുപിടിക്കുക. 10th ടൈം, ഈ സീക്വൻസിലെ 10th ടൈം കണ്ടുപിടിക്കുക. ഈ സമാന്തര ശ്രേണിയിലെ 10ാം പദം കണ്ടെത്തുക. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? x10. 10th ടൈം എന്നുള്ളതിന് അല്ലെങ്കിൽ 10ാം പദം എന്നുള്ളതിന് പകരം x10 എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഇനി എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുക? നമുക്കറിയാം, നമുക്ക് തന്നത് വെച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മൾ എല്ലാ കണക്കിലും എല്ലാ ചോദ്യങ്ങളും കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, നമുക്ക് തന്നത് വെച്ചിട്ട് വേണം നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാൻ. നമുക്ക് തന്നത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ തൊട്ട് മുകളിലെ ചോദ്യത്തിൽ നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ബി ക്വസ്റ്റ്യൻ ആണല്ലോ, അപ്പൊ നമുക്ക് എ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം കൂടി ഉണ്ട്, എങ്ങനെ നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ അതുകൂടി ഉപയോഗിക്കാം. അപ്പൊ ഈ കണക്ക് ചോദ്യം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, തന്നത് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നാമത്തെ കാര്യം. അതിന് അഡീഷണൽ ആയിട്ട് അതിന്റെ ഒപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? ഒരു ബി ക്വസ്റ്റ്യനോ സി ക്വസ്റ്റ്യനോ ആണെങ്കിൽ അതിന്റെ മുകളിൽ ചെയ്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്ന വിവരത്തിൽ നിന്നും നമുക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കിട്ടുമെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നതിൽ 1ാം പദമുണ്ട്, 2ാം പദമുണ്ട്, 3ാം പദമുണ്ട് അല്ലെ? ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും തേർഡ് ടൈമും ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ടൈമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഏത് വേണേലും ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ അവിടെ 1ാമത്തെ ടൈം ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. 2ാമത്തെ ടൈം വേണമെങ്കിൽ 2ാം പദം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഇവിടെ 1ാം പദം ഫസ്റ്റ് ടൈമാണ് ചൂസ് ചെയ്തത്. അങ്ങനെ എനിക്കൊന്ന് ആലോചിച്ചേ, നമ്മുടെ കയ്യിൽ 1ാം പദമുണ്ട്, 10ാം പദം കണ്ടുപിടിക്കണം. 1ാം പദമുണ്ട്, 10ാം പദം കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ 1ാമത്തിൽ നിന്ന് 10ലേക്ക് എത്താൻ, 1ൽ നിന്ന് 10ലേക്ക് എത്താൻ എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ ആണ് അല്ലെ? ചെറിയ ക്ലാസ്സുകളിലുള്ള കാര്യമാണ്. 1ൽ നിന്ന് 10ലേക്ക് എത്താൻ 9 കൂട്ടണം. 1ൽ നിന്ന് 10ലേക്ക് എത്താൻ 9 കൂട്ടണം. ഇതാണല്ലോ ആവശ്യം. നമുക്കറിയാം 1ൽ നിന്ന് 10ലേക്ക് എത്താൻ എന്ത് ചെയ്യണം? 9 കൂട്ടണം ആണല്ലോ. ഓക്കെ, 9 മാത്രം പോലെ ഇവിടെ ആവുമ്പോൾ സമാന്തര ശ്രേണി അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് ആവുകൊണ്ട് ആ 9ന്റെ ഒപ്പം ഒരു ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ് കൂടി കൊടുക്കണം, പൊതുവ്യത്യാസം കൂടി കൊടുക്കണം. അപ്പൊ എങ്ങനെയാ വരിക? x1ന് പകരം ഇവിടെ ആരാണ്? 1 പ്ലസ് ആണല്ലോ. ഓക്കെ, 9 അങ്ങനെ നിൽക്കട്ടെ, നമുക്കൊന്നും ചെയ്യേണ്ടതില്ല. ഗുണിക്കണം 9d എന്ന് പറഞ്ഞാൽ 9 ഗുണിക്കണം d ആണല്ലോ. അപ്പോ
ഇവിടെ 9 ഗുണിക്കണം ഡിക്ക് പകരം നമുക്ക് നമ്മൾ തൊട്ട് മുന്നിൽ കണ്ടുപിടിച്ച ഡിയുടെ പകരം 5, ഡി എത്രയാണ് 5 ആണ്, അത് ഉപയോഗിക്കാം. അപ്പൊ എന്ത് കിട്ടും? 1 പ്ലസ് 9 ഗുണിക്കണം 5, 9 5 45, 45 കൂടെ ഒന്ന് കൂട്ടിയാൽ 46. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. ഇങ്ങനത്തെ 2 ചോദ്യം നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ഒപ്പം ഒരു പക്ഷേ ഒരു സി ക്വസ്റ്റ്യൻ കൂടി ചാൻസ് ഉണ്ട്. ഓക്കെ, ഇല്ല എങ്കിൽ ഈ ബിക്ക് പകരം ആ സി ക്വസ്റ്റ്യൻ ആവാം, അങ്ങനെയൊക്കെ വരാം. ഓക്കെ, എ ക്വസ്റ്റ്യൻ ഇതാവുമ്പോൾ അതിന്റെ ഒപ്പം ചോദിക്കാൻ പറ്റിയ ഒരു ബി ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ എ ചെയ്തിട്ടുള്ളത്. ഇനി ചിലപ്പോൾ അതിന്റെ ഒപ്പം സി ആയിട്ട് അടുത്തൊരു ചോദ്യം ഉണ്ട്, അത് വരാനുള്ള ചാൻസും ഉണ്ട്. അല്ലെങ്കിൽ ഈ ബിക്ക് പകരം ആ ക്വസ്റ്റ്യൻ ആയിട്ടും വരാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോ ഇവിടെ സാധ്യതയുള്ള സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? 101 ഈ സീക്വൻസിലെ ഈ ഒരു സമാന്തര ശ്രേണിയിലെ പദമാണോ, ടേം ആണോ? ഈസ് 101 ഈസ് എ ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. 101 ഈ സമാന്തര ശ്രേണിയിലെ പദമാണോ, ഓക്കെ, ടേം ആണോ, പദമാണോ എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ക്ലിയർ? ഇതെങ്ങനെയാണ് ചെയ്യുക? വളരെ ഈസിയാണ്. ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. അത് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു മെത്തേഡ്. ഓക്കെ, ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് എന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ കുറച്ചുകൂടി കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ x2 നമുക്ക് തന്ന x2നെ ഡി കൊണ്ട് പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കാം. x2 ഹരിക്കണം ഡി. ഓക്കെ, രണ്ടാമത്തെ പദത്തെ പൊതുവ്യത്യാസം കൊണ്ട്, സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. ചെയ്ത് നോക്കിയാലോ എങ്ങനെ വരികയാണ്? ഇവിടുത്തെ രണ്ടാമത്തെ ടേം ആരാണ്? 6 ആണല്ലോ. ഓക്കെ, ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ഏതാ? നമുക്ക് നേരത്തെ കിട്ടി 5 ആണ്. ഈ 6നെ 5 കൊണ്ട് ഹരിക്കാം. 6നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 1 എന്ന് കിട്ടും അല്ലെ? 6ൽ ഒരു വട്ടമാണ് 5 പോവുക, 5നെ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 1 എന്ന് ശിഷ്ടം കിട്ടും, റിമൈൻഡർ. നമുക്ക് ഈ റിമൈൻഡർ അഥവാ ശിഷ്ടം ആണ് ആവശ്യം. എന്താണ് ആവശ്യം? ഈ റിമൈൻഡർ ആണ് നമുക്ക് ആവശ്യം, ആൻസർ അല്ല. സാധാരണ ഒക്കെ ഡിവിഷൻ ചെയ്താൽ കാരണം കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമാണ് ആവശ്യം, ആൻസർ ആണ് ആവശ്യം. ഇവിടെ നമുക്ക് ആൻസർ അല്ല ആവശ്യം, എന്താണ്? റിമൈൻഡർ ആണ് ആവശ്യം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് വരുന്നത് എന്നൊന്ന് നോക്കാം അല്ലെ? ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കൊരു റിമൈൻഡർ കിട്ടി, 1 കിട്ടിയല്ലോ, അവിടെ നിൽക്കട്ടെ. ഇനി നമ്മളോട് ഏതാണ് പദമാണോ ടേം ആണോ എന്ന് ചോദിച്ചത്? 101 ചെക്ക് ചെയ്യാനാണല്ലോ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 101നെയും ആ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കാം. ഇവിടെ സെക്കൻഡ് ടേമിനെ ഹരിച്ച പോലെ നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ, പരിശോധിക്കാൻ പറഞ്ഞ ആ നമ്പറിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിക്കാം. ഒന്ന് പറഞ്ഞേ, 100 101 ആണല്ലോ അല്ലെ? അപ്പൊ ഒന്ന് പറയാലോ, 10 അല്ലെ? 10 എത്ര 5 ഉണ്ട്? 2 വട്ടമാണല്ലോ അല്ലെ? 2 വട്ടം 5 10 ആണല്ലോ. മൈനസ് ചെയ്താൽ 0. ഈ 1 ഇങ്ങോട്ട് ഇറക്കി എഴുതണമല്ലോ, 1 ഇങ്ങോട്ട് ഇറക്കി എഴുതണം. അപ്പൊ നമുക്ക് ശിഷ്ടം 1 കിട്ടി. ഈ 1 ഇങ്ങോട്ട് ഇറക്കി എഴുതിയാൽ നമ്മളിവിടെ 0 ഇട്ട് കൊടുക്കണം. കാരണം ഒന്നും പറയുന്നില്ല, എന്നാലും ഇത് തെറ്റാണെന്ന് തോന്നരുത്. ഇത് ഉത്തരം 20 ആണ്. കാരണം നമുക്ക് ആവശ്യമില്ല. കാരണം നമുക്ക് ഉത്തരമല്ല ആവശ്യം, നമുക്കിവിടെ ആവശ്യം ശിഷ്ടമാണ് അല്ലെ? ശിഷ്ടം, റിമൈൻഡർ, ഇതാണ് നമുക്ക് ആവശ്യം. ശിഷ്ടം അഥവാ റിമൈൻഡർ. ഒന്ന് നോക്കിക്കേ, എന്താ അവിടുത്തെ റിമൈൻഡറുകളുടെ പ്രത്യേകത, ശിഷ്ടങ്ങളുടെ പ്രത്യേകത എന്താ? ഇവിടെയും 1 ആണ്, ഇവിടെയും 1 അല്ലേ? 0 1 രീതിയിലും 1 തന്നെയാണ്. രണ്ടിടത്തും 1 ആണല്ലോ, അത് തന്നെയാണ് പ്രത്യേകത. രണ്ടിടത്തും ഒരുപോലെയാണ്. ശിഷ്ടം ഒരുപോലെയാണല്ലോ, റിമൈൻഡർ ഈക്വൽ ആണല്ലോ. അങ്ങനെ ശിഷ്ടം അഥവാ റിമൈൻഡർ ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം 101 ഈസ് എ ടേം. എന്താ മലയാളത്തില്? 101 പദമാണ് എന്ന് ധൈര്യമായിട്ട് നമുക്ക് പറയാം. 101 പദമാണ്. ക്ലിയർ ആണല്ലോ? എന്തുകൊണ്ട് പദമായി? ഇവിടെ കിട്ടിയതും 1 ആണ്, ഇവിടെ കിട്ടിയ ശിഷ്ടവും റിമൈൻഡറും 1 ആണ്. അതാണ് കാരണം. ക്ലിയർ ആണല്ലോ? രണ്ടിടത്തും ഒരുപോലെ കിട്ടിയാൽ നമുക്ക് പദമാണ്. ഇനി പദവാ, നമുക്ക് ഇവിടെ 2 കിട്ടി, ഇവിടെ 1 ഇവിടെ 2 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? 101 പദമല്ല. 101 ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. പദം അല്ല എന്ന് കൃത്യമായി പറയാം. ക്ലിയർ? വ്യക്തമായല്ലോ? ഇങ്ങനെ ഒരു 3 ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു രീതിയിൽ സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇതിൽ നിന്ന് ഉറപ്പായും വരുന്ന രണ്ടാമത്തെ ചോദ്യം ഈ മോഡലിലായിരിക്കും. അതായത് തേർഡ് ടേം ഓഫ് എ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 34
ആൻഡ് സിക്സ്ത് ടേം ഈസ് 67. എന്താണ് പറഞ്ഞത്? ഒരു സമാന്തര ശ്രേണിയുടെ മൂന്നാം പദം 34 അപ്പൊ നമുക്ക് ചുരുക്കി എഴുതാം x3 സമം 34. ഓക്കെ, അടുത്തത് എന്താണ്? ഈ ശ്രേണിയിലെ ആറാം പദം 67 ആണ്. ഓക്കെ, എന്നിട്ട് എന്ത് പറയും? നമ്മളോട് രണ്ട് ചോദ്യങ്ങൾക്കാണ് ഇവിടെയും സാധ്യത. ഒന്നാമത്തെ ചോദ്യം നേരത്തെ അതേ ചോദ്യം, പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കാണുക. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ഡി കാണുക അല്ലെ. ഇവിടെ നമുക്ക് x2 മൈനസ് x1 എന്ന് പറയുന്ന നേരത്തെ ഉപയോഗിച്ച d സമം x2 മൈനസ് x1 എന്ന് പറയുന്ന സമവാക്യം ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം എന്താ? x2 മൈനസ് x1 ഉപയോഗിക്കണമെങ്കിൽ ഒന്നുകിൽ രണ്ടാമത്തെ പദവും ഒന്നാമത്തെ പദവും തരണം, അല്ലെങ്കിൽ അടുത്തടുത്തുള്ള വേറെ ഏതെങ്കിലും രണ്ട് ടേംസ് പദങ്ങൾ തരണം. ഇപ്പൊ നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 10ാം പദവും 11ാം പദവും തന്നാലും മതി, അതായത് മതി. അടുത്തടുത്തുള്ള രണ്ടെണ്ണാണല്ലോ. ഈ x2 മൈനസ് x1ന്റെ അർത്ഥം എന്താ? രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറക്കുക. അതാണ് ഇതിന്റെ ഒരു ഡയറക്റ്റ് മീനിങ്, നേരിട്ടുള്ള ഒരു മീനിങ് അല്ലെ. മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. എന്താണ്? തന്നിട്ടുള്ളതിൽ രണ്ടാമത്തേതിൽ നിന്ന് ഒന്നാമത്തേത്. തന്നിട്ടുള്ളതിൽ ഇപ്പൊ നമുക്ക് 10ഉം 11ഉമാണ് തന്നതെങ്കിൽ x11 മൈനസ് x10 എന്നാവും. തന്നതിൽ രണ്ടാമത്തേതിൽ നിന്ന് ഒന്നാമത്തേത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ അടുത്തടുത്തുള്ളതാണോ തന്നെ? അല്ല. പ്രശ്നം എന്താ? 3 കഴിഞ്ഞിട്ട് പിന്നെ 6ആണ് തന്നെ. അടുത്തടുത്തുള്ളതല്ലല്ലോ. അല്ല, അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? തന്നത് അതേ ഓർഡറിലേക്ക്. എനിക്ക് നമ്മുടെ ചോദ്യത്തിൽ തന്നത് മൂന്നാം പദമാണ്. ആദ്യം തന്നത് ഏതാണ്? മൂന്നാം പദം. അപ്പൊ ഞാൻ തേർഡ് ടൈം ആദ്യം എഴുതി, പിന്നെ സിക്സ്ത് ടൈം ആറാം പദമാണ് വന്നത്, അത് രണ്ടാമത് എഴുതി. തന്നത് അതേ ഓർഡറിൽ എഴുതിയ ശേഷം ഇങ്ങനൊരു സാഹചര്യം, എങ്ങനത്തെ സാഹചര്യം? അടുത്തടുത്ത് അല്ലാത്ത രണ്ട് പദങ്ങൾ തന്നാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ഒരു സമവാക്യം ഉണ്ട്. എന്താണ്? പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. കേട്ടിട്ടില്ലേ? മറന്നുപോയോ? ഓക്കെ, എന്തായിരുന്നു ഇംഗ്ലീഷിൽ എന്ത് പറയും? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇങ്ങനെ ഒരു സമവാക്യം ഉണ്ടല്ലോ. അത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടേ? അടുത്തടുത്തുള്ള രണ്ട് ടേംസ് തന്നിട്ടില്ലെങ്കിൽ. ഇവിടെ തന്നത് 3 6 ആവുമ്പോൾ അടുത്തടുത്തല്ലല്ലോ. അല്ല, അപ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇനി ഇതിൽ ടേം ഏതാ പൊസിഷൻ ഏതാന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ. ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് പരിപാടി പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു ഈസി പരിപാടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് പറഞ്ഞു? തന്ന ഓർഡറിൽ എഴുതണം. ആദ്യം തന്നത് മൂന്നാം പദമാണെങ്കിൽ അതന്നെ ആദ്യം എഴുതണം. ആദ്യം തന്നത് ആറാം പദമാണെങ്കിൽ അതന്നെ രണ്ടാമത് തന്നത് ആറാം പദമാണെങ്കിൽ അത് രണ്ടാമത് തന്നെ എഴുതണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിതാ താഴത്തുനിന്ന് മേലേക്ക് മൈനസ് ചെയ്താൽ മതി. ഒരു കൺഫ്യൂഷൻ വേണ്ട. താഴത്തുനിന്ന് മേലേക്ക് മൈനസ് ചെയ്താൽ മതി. എങ്ങനെയാ കുറയ്ക്കൽ ചെയ്യാം? ഇവിടെ താഴത്താരാ? 67 അല്ലെ. കുറയ്ക്കണം, മൈനസ് ചെയ്യാനല്ലേ പറഞ്ഞേ, കുറയ്ക്കണം. മുകളിൽ ആരാ? 34 എഴുതി കഴിഞ്ഞോ? ഡിവൈഡഡ് ബൈ ഹരിക്കണം. ഇവിടെ താഴത്താരാ? 6 മൈനസ് 3 6 മൈനസ് 3. താഴത്തുനിന്ന് മേലേക്ക് 67 മൈനസ് 34 6 മൈനസ് 3. ഇത് ചെയ്താൽ മതി, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഒന്ന് പറഞ്ഞേ, 67 നിന്ന് 34 കുറച്ചാൽ 33 ഹരിക്കണം 6 3 കുറച്ചാൽ 3. അപ്പൊ 33 ഹരിക്കണം 3 എന്ത് കിട്ടും? 11. 33 ഹരിക്കണം 3 എന്താണ്? 11. നമുക്ക് കിട്ടിയല്ലോ പൊതുവ്യത്യാസം. ഈസി അല്ലേ? ഈ ഒരു ചോദ്യവും ഉറപ്പാണ്. ഇങ്ങനത്തെ ചോദ്യം വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ പരിപാടി കിട്ടില്ല. അത്രയും കോൺഫിഡൻസ്. ഓക്കെ, ഇനി ഇതിലൊരു ബി ക്വസ്റ്റ്യൻ ചാൻസ് ഉള്ളത് നേരത്തെ പോലെ ഒരു ചോദ്യമാണ്. ഒരു പക്ഷേ ഫസ്റ്റ് ടൈം കാണുക. എന്താണ്? ഒന്നാം പദം കാണുക. ഒന്നാം പദം കാണാൻ അല്ലെ, ഒന്നാം പദം കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്തത് വെച്ചിട്ടും നമുക്ക് തന്നത് വെച്ചിട്ടും, നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളതും തൊട്ട് മുകളിലെ ഈ എ ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയതുമായ കാര്യങ്ങൾ വെച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ നമുക്ക് ആലോചിക്കാം, ഇവിടെ ഒന്നാം പദമാണല്ലോ, ഫസ്റ്റ് ടൈം ആണല്ലോ കാണാം. നമുക്ക് ഇവിടെ ആരെ തന്നിട്ടുണ്ട്? മൂന്നാം പദവും തന്നിട്ടുണ്ട്, ആറാം പദവും തന്നിട്ടുണ്ട്. അപ്പൊ അത് രണ്ടില് ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉപയോഗിക്കാം. ഏത് വേണേലും നമ്മുടെ ഇഷ്ടം. ഞാൻ ഇവിടെ മൂന്നാം പദം ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഫസ്റ്റ് ടൈം വേണം, ഒന്നാം പദം വേണം. അതിൽ നമ്മുടെ എന്തുണ്ട്? മൂന്നാം പദം ഉണ്ടല്ലോ. ക്ലിയർ? ഈ പോയിന്റ് ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ചേ, എങ്ങനെയാണ് മൂന്നാം പദത്തിൽ നിന്ന് ഒന്നാം പദം കിട്ടുക? 3ൽ നിന്ന് എങ്ങനെ 1 കിട്ടുക? നമുക്കറിയാം, 2 കുറയ്ക്കണം. കൂട്ടിയിട്ട് കാര്യമുണ്ടോ? 3ൽ നിന്ന് 1ലേക്ക് എത്തണമെങ്കിൽ 2 കുറയ്ക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ 2ന്റെ ഒപ്പം ആരും ഉണ്ടാവില്ല. നേരത്തെ 9ന്റെ ഒപ്പം നമ്മൾ ഒരാളെ ഇട്ടു. ആരാ? ഡി. കോമൺ ഡിഫറൻസ് വേണ്ടേ? പൊതുവ്യത്യാസം വേണ്ടേ? ഡി അവിടെ വേണം. ഡിക്ക് ഒരു മാറ്റമല്ല, അതെല്ലാത്തിനും ഉണ്ട്. ഇങ്ങനെ ചോദ്യം വന്നാൽ ആ ഡി ലാസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ,
ഇന്നാന്ന് പറഞ്ഞേ x3 എന്ന് പറഞ്ഞാൽ മൂന്നാം പദം എത്രയാണ്? 34 മൈനസ് രണ്ടിന് മാറ്റൊന്നുമില്ല. 2d എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം d എത്രയാണ്? d ഇതാ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 11. അപ്പൊ എന്ത് കിട്ടും? 34 മൈനസ് 2 × 11 22. 34 നിന്ന് 22 കുറച്ചാൽ 12. എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒന്നാമത്തെ പദവും കിട്ടി അല്ലേ? ഇത്രയേ ഉള്ളൂ പരിപാടി. ആകെ എത്ര പരിപാടി മാർക്കാണ്. 3 മാർക്ക് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ഇവിടെയും വേണമെങ്കിൽ ഒരു സി ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്ത്? 101 പദമാണോ? ഈസ് 101 ഈസ് എ ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് ചോദിക്കാട്ടോ. ആ ചോദ്യത്തിന് കഴിഞ്ഞതിൽ സി ക്വസ്റ്റ്യൻ ആയി ചെയ്ത ചോദ്യത്തിന് 101 തന്നെ ആവണമെന്നില്ല, 1001 ആവാം, എന്ത് വേണേലും ആവാം. ആ ചോദ്യം ഇവിടെയും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നേരത്തെ ചെയ്ത അതേ പരിപാടിയാണ്. കോമൺ ഡിഫറൻസ് ഉണ്ടല്ലോ, ഡിവൈഡ് ചെയ്തിട്ട് ശിഷ്ടം ഹരണത്തിന് ശേഷം റിമൈൻഡർ എന്താ നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? അത് ഇവിടെയും ചാൻസ് ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഒരു ഭാഗം, പാഠത്തിന്റെ ലാസ്റ്റ് ഭാഗത്തുള്ള 2 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. 2 or 3 ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ചോദ്യം ഇനി ഞാൻ പറയാൻ പോകുന്ന മൂന്നാമത്തെ ചോദ്യം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് കാണാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ പരീക്ഷകളിൽ റിപ്പീറ്റ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ഒരു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ആ മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140 ആണ്. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140 ആണ്. ഇംഗ്ലീഷിലാണ് എന്താ ക്വസ്റ്റ്യൻ? The sum of first 7 terms of a sequence is 140. ക്ലിയർ ആണല്ലോ? എന്താണ് ക്വസ്റ്റ്യൻ? ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140 ആണ്. ഇംഗ്ലീഷിൽ the sum of first 7 terms of a sequence is 140. എന്നിട്ട് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത് ഫൈൻഡ് x4. അതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഫോർത്ത് ടേം ഓഫ് ദി സീക്വൻസ്. മലയാളത്തില് 4ാം പദം കണ്ടെത്തുക. മലയാളത്തിലാണെങ്കിൽ 4ാം പദം കണ്ടെത്തുക. ഇതാണ് ചോദ്യം. ഓക്കെ, ചോദ്യം ക്ലിയർ ആണല്ലോ? ഇവിടെ 7 പദങ്ങളുടെ തുക 140 ആണ്. സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഈസ് 140. ഫോർത്ത് ടേം കണ്ടെത്തുക. ക്ലിയർ ആണോ? ഇങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോ? ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ 7 പദങ്ങൾ നാളെ വന്നത് പദങ്ങളുടെ എണ്ണം അഥവാ നമ്പർ ഓഫ് ടേംസ് നിങ്ങൾ നോക്കണം. എന്താണ്? പദങ്ങളുടെ എണ്ണം അഥവാ നമ്പർ ഓഫ് ടേംസ് എത്രയാണെന്ന് നോക്കണം. ഇവിടെ എത്രയാണ്? 7 ആണല്ലോ. 7 അല്ലേ? നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 7 ആണല്ലോ. ക്ലിയർ? 7 എന്ന് പറഞ്ഞാൽ ഓടാണോ, ഈവൻ ആണോ, ഒറ്റ സംഖ്യയാണോ? നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു ഒറ്റ സംഖ്യയാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത്, ഇങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ ഒറ്റ സംഖ്യയാണോ, നമ്പർ ഓഫ് ടേംസ് ഒറ്റ സംഖ്യയാണോ, പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ, ഓഡ് നമ്പർ ആണോ നോക്കുക. ഓഡ് നമ്പർ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങളോട് ചോദിച്ച ഈ ഫോർത്ത് ടേം ഇല്ലേ, അതൊരു മിഡ് ടേം ആയിരിക്കും, മധ്യപദമായിരിക്കും. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ 4ാം പദം എന്തായിരിക്കും? മധ്യപദമായിരിക്കും. അപ്പൊ മധ്യപദം തുക അല്ലെ, മധ്യപദം കണ്ടുപിടിക്കണം. തുക ഇവിടെ തന്നിട്ടുണ്ട്, സം ഇവിടെ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേംസ് പദങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട് അല്ലെ. മിഡിൽ ടേം കണ്ടുപിടിക്കണം, മധ്യപദം കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ടേംസ് പദങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട്, സമ്മം തന്നിട്ടുണ്ട് ഉണ്ടല്ലോ. ഇതൊക്കെ തന്ന സ്ഥിതിക്ക് ഇതിനെ 3 കൂടി കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? മലയാളത്തിലാണെങ്കിൽ തുക സമം മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഇംഗ്ലീഷിൽ എന്ത് പറയും? സം ഇസ് ഈക്വൽ ടു മിഡ് ടേം, അല്ലെങ്കിൽ മിഡിൽ ടേം ആവും ചിലർക്ക് പറഞ്ഞിട്ടുണ്ടാവുക, മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ഇല്ലേ? ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ഉറപ്പിക്കാം. തന്നത് ഓഡ് നമ്പർ ആണ്, പദങ്ങളുടെ എണ്ണം നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണെങ്കിൽ ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഒരു സംശയമില്ല, നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് മിഡിൽ ടേം ആയിരിക്കും. ഈ പറഞ്ഞ 4ാം പദം മിഡ് ടേം ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെച്ച് നോക്ക്. x1 x2 x3 x4 x5 x6 x7. അതിന്റെ മിഡ് ടേം ഏതാണ്? ഫോർത്ത് ടേം ആണ്, x4 ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ സം അഥവാ തുകയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 140. തുകയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 140 എന്ന് എഴുതാലോ. ഓക്കെ, അടുത്തത് എന്താ?
മിഡ് ടേം അഥവാ മധ്യപദം. മധ്യപദമാണല്ലോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. x4 നാലാം പദം, ഫോർത്ത് ടേം അല്ലേ, ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം. ഇവിടെ എത്രയാണ് പദങ്ങളുടെ എണ്ണം? 7. ഇനി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഇവിടെ നിന്ന് x4 കണ്ടുപിടിക്കുക? x4 കണ്ടുപിടിക്കാൻ മാത്സില് അല്ലെങ്കിൽ ഫിസിക്സില് ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഇക്വേഷനിൽ, സമവാക്യത്തിൽ, സമമിട്ടത് ഈക്വൽ ടു എന്നുള്ള ചിഹ്നത്തേനെയാണ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. സമട്ടേനെയാണ് സമവാക്യം എന്ന് വിളിക്കുന്നത്. ഒരു സമവാക്യത്തിലെ ഏതെങ്കിലും ഒരു അക്ഷരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വിചാരിക്കുക. ഇവിടെ കണ്ടുപിടിക്കേണ്ട അക്ഷരം x4 അല്ലെ? ആ കണ്ടുപിടിക്കേണ്ടതിനെ തൽക്കാലം നമ്മൾ തൊടണ്ട. എന്റെ അഭിപ്രായതാണ്. മാത്സിലെ സിമ്പിളാണ്. നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് തൊടണ്ട, അത് അവിടെ നിന്നോട്ടെ. അപ്പൊ ഈ x4 ഇവിടെ നിന്നോട്ടെ. അതിന്റെ ഒപ്പം നിൽക്കുന്ന ശല്യക്കാരൻ ആരാണോ, അതിന്റെ ഒപ്പം നിൽക്കുന്ന ശല്യക്കാരൻ, അതിന്റെ ഒപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടില്ല. അതാ പ്രശ്നം. അപ്പൊ ഒപ്പം നിൽക്കുന്ന ശല്യക്കാരൻ ഇവിടെ ആരാ? ഗുണിക്കണം 7 മൾട്ടിപ്ലൈഡ് ബൈ 7 അല്ലെ, ഇൻറ്റു 7. അതാണ് നമ്മുടെ അടുത്ത ശല്യക്കാരൻ. ഒപ്പമുള്ളവരെയാണ് നമ്മൾ ശല്യക്കാരൻ എന്ന് വിളിക്കുന്നത്. അവനെ നേരെ തട്ടിപ്പറത്ത് സേവിക്കുക. അപ്പൊ ഈ ഗുണിക്കണം 7 ഇൻറ്റു 7 ഇങ്ങോട്ട് പോന്നാൽ എന്താവും? ഇവിടെ ഒരു 140 ഉണ്ടല്ലോ, ഉണ്ട്, അതെങ്ങോട്ട് പോയിട്ടില്ല. x4 അവിടെ ഉണ്ട്, അതും ഇങ്ങോട്ട് പോയിട്ടില്ല. x4നെ ശല്യം ചെയ്യുന്നത് ആരാ? ഇൻറ്റു 7 ഗുണിക്കണം 7. ഇങ്ങോട്ട് പോന്നാൽ, സമത്തിന്റെ പുറത്തേക്ക് പോന്നാൽ ഹരിക്കണം 7 ഡിവിഷൻ അല്ലെ, മൾട്ടിപ്ലിക്കേഷൻ പോന്നാൽ ഡിവിഷൻ. 140 ഹരിക്കണം 7. ഇതാ ഉത്തരം കിട്ടി. എത്രയാണ് x4? എത്രയാണ്? 140 ഹരിക്കണം 7 അഥവാ 140 നിങ്ങളൊന്ന് ഹരിച്ചു നോക്കുക. 7 കൊണ്ട് ഹരിച്ചു നോക്കുക. എന്താ കിട്ടുക? ക്ലിയർ ആയിട്ട് കിട്ടുക ഇതാ x4 സമം 20. അത് തന്നെയാണ് കിട്ടുക. അപ്പൊ നമുക്ക് മധ്യപദം കിട്ടിയില്ലേ? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഫോർത്ത് ടൈം കിട്ടിയില്ലേ? ഇങ്ങനെ ഒരു ചോദ്യത്തിനും നല്ല സാധ്യതകളുണ്ട്. ഇത് പല വർഷങ്ങളിൽ ആവർത്തിച്ച് വന്നൊരു ചോദ്യം കൂടി ആണ്. അപ്പോ ഇവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇന്നോട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാത്സ് എടുക്കുന്ന ടീച്ചറോട് ചോദിക്കാം. ഈ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ അല്ലെങ്കിലോ ഓടല്ലെങ്കിലോ, നമ്പർ ഓഫ് ടൈംസ് ഓടാണെങ്കിൽ ഞാൻ എന്താ പറഞ്ഞു, നമ്പർ ഓഫ് ടൈംസ് പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ഓഡ് നമ്പർ ആണെങ്കിലാണ് ഞാൻ ഈ വഴി പറഞ്ഞത് അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? അഥവാ ഇവിടെ 8 പദങ്ങളാണെങ്കിലോ അല്ലെ, അല്ലെങ്കിൽ ഇവിടെ 6 പദങ്ങളാണെങ്കിലോ, നമ്പർ ഓഫ് ടൈംസ് 6 ആണെങ്കിലോ, അതെങ്ങനെ ചെയ്യാം? അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്തത്. ഓക്കെ ആണോ? ശ്രദ്ധിക്കാം. അപ്പോ നാലാമത്തെ തരം ക്വസ്റ്റ്യൻ എന്താണ്? പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആണെങ്കിൽ, നമ്പർ ഓഫ് ടൈംസ് ഈവൻ നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യാം? അതാണ് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഈ പാഠത്തിന്റെ ലാസ്റ്റ് പേജ് 30ാമത്തെ പേജിൽ അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 30ൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 5 and the sum of first 6 terms is 105. മലയാളത്തിലെ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 5ഉം ആദ്യത്തെ 6 പദങ്ങളുടെ തുക 105ഉമാണ്. അപ്പോൾ ആദ്യത്തെ 6 പദങ്ങളുടെ തുക 105 ആണ്. സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് എത്രയാണ്? 105 ആണ്. മനസ്സിലായോ? ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, അഥവാ x1 തന്നിട്ടുണ്ട്, അത് 5 എന്നിട്ട് നമ്മളോട് പറഞ്ഞത് എന്താണ്? കാൽക്കുലേറ്റ് ദി ഫസ്റ്റ് 6 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 6 പദങ്ങൾ കണ്ടെത്തുക. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 6 പദങ്ങൾ കണ്ടെത്തുക. നമുക്ക് കണ്ടെത്തി നോക്കിയാലോ? നടക്കും നോക്കല്ലേ? നമ്മളിവിടെ ശ്രദ്ധിച്ചേ, നമ്പർ ഓഫ് ടേംസ് പദങ്ങളുടെ എണ്ണം എത്രയാണ്? 6 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ആണല്ലോ അല്ലേ? ഇങ്ങനെ ഈവൻ നമ്പർ വന്നാൽ, ഇരട്ട സംഖ്യ വന്നാൽ നമ്മൾ പിശുക്കൊന്നും കാണിക്കണ്ട. ആദ്യം എന്ത് ചെയ്യുക? 6 പദങ്ങളല്ലേ? 6 പദങ്ങളെ നമ്മൾ പൊതുവായിട്ട് എങ്ങനെ എഴുതും? x1, x2, x3, x4, x5 ആൻഡ് x6 അല്ലെ? ഇങ്ങനെ നമ്മൾ പൊതുവായ രൂപം. ഇങ്ങനെ ഇരട്ട സംഖ്യയാണ്, ഈവൻ നമ്പർ ആണെങ്കിൽ ഇങ്ങനെ ആദ്യത്തേതും അവസാനത്തേതും തമ്മിൽ കൂട്ടുക. എന്നിട്ടോ അതിന്റെ തൊട്ടിപ്പുറത്തുള്ളത് തമ്മിൽ കൂട്ടുക. x2 x5 അതിന്റെ തൊട്ടിപ്പുറത്ത് x3യും x4 ഇതൊക്കെ കൂട്ടുക. ഈ കൂട്ടിയെ കിട്ടുന്ന ഉത്തരങ്ങളൊക്കെ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഈ കൂട്ടിയെ കിട്ടുന്നതൊക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ കൂട്ടിയെ കിട്ടുന്നതെല്ലാം ഈക്വൽ ആയിരിക്കും. ഓർക്കും. ഇതാണ് ഇവിടുത്തെ ബന്ധം, ഇതാണ് ഇതിലെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി നമ്മൾ നോക്ക്, ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ഒന്ന് പറയണം. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ എത്ര പേഴ്സ് ഉണ്ട്, എത്ര ജോഡികൾ ഉണ്ട്, അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു വര വരച്ചിട്ട് എഴുതാം. ഇവിടെ എത്ര ജോഡികളുണ്ട്?
ജോഡികൾ. ജോഡികൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണം കൂട്ടുന്നല്ലോ, രണ്ടെണ്ണം ഉള്ളതിനെയാണല്ലോ നമ്മൾ ജോഡി എന്ന് വിളിക്കുക, പെയർ എന്ന് വിളിക്കുക. നമ്മുടെ ചെരുപ്പ് രണ്ടെണ്ണം ഉണ്ടാവുമ്പോഴാണ് പെയർ ആവുന്നത് അല്ലേ? അപ്പൊ ഇവിടെ രണ്ടെണ്ണം ഉണ്ടല്ലോ, ഈ രണ്ടെണ്ണത്തിനെ കൂടിയിട്ട് നമ്മൾ ഒരു ജോഡി എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ ഒരു ജോഡി ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. അപ്പൊ ആകെ എത്ര ജോഡികളുണ്ട്? 3 ജോഡികളുണ്ട്. ആകെ 3 ജോഡികൾ ഉണ്ട്. ഈ ജോഡികൾ കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ കൂടി, പെയേഴ്സ്. ഇവിടെ ടോട്ടൽ പെയേഴ്സ് എത്രയാണ്? പെയേഴ്സ് 3 അല്ലെ? പെയേഴ്സ് അഥവാ ജോഡികൾ കണ്ടുപിടിക്കാൻ എളുപ്പ പരിപാടിയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 3 ഇവിടെ ആകെ 6 പദങ്ങളാണ്. നമുക്ക് കിട്ടിയ പെയേഴ്സ് എത്രയാണ്? 3 ആണ്. എങ്ങനെന്താ ഈ 6ഉം 3ഉം തമ്മിലുള്ള ബന്ധം? 6ന്റെ പകുതിയാണ് 3. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പപ്പണി ഉണ്ട്. 6 ഹരിക്കണം 2. 6 ഹരിക്കണം 2 എന്താണ്? എത്ര പദങ്ങളുണ്ടോ അതിന്റെ പകുതി ആയിരിക്കും ജോഡികൾ, പെയേഴ്സ്. എത്ര പദങ്ങളുണ്ടോ അതിന്റെ പകുതി ആയിരിക്കും ജോഡികൾ. അതിന്റെ ബന്ധം എത്ര പദങ്ങളുണ്ടോ അതിന്റെ പകുതി ആയിരിക്കും ജോഡികൾ. 3 അങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം, എണ്ണീട്ട് നമുക്ക് കണ്ടുപിടിക്കാം. കിട്ടിയല്ലോ, 3 കിട്ടിയല്ലോ. ഇനി നമ്മൾ ഒരു കാര്യം കൂടി, ഇവിടെ കണക്ക് ബാക്കി ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തിരിക്കണം. എന്താണ് ആ ഒരു കാര്യം? ജോഡികൾ കിട്ടിയാൽ, പെയേഴ്സ് കിട്ടിയാൽ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ തുകയുണ്ടല്ലോ, തുക. ഇവിടെ ആ തുക തന്നിട്ടുണ്ട്, എത്ര? 105. സം അല്ലെ തുക. ആ സമ്മിനെ അല്ലെങ്കിൽ ആ തുകയെ ഹരിക്കണം. ഏതുകൊണ്ട്? ജോഡികൾ കൊണ്ട് ഹരിക്കണം. ജോഡികൾ അഥവാ പെയേഴ്സ്. എന്തുകൊണ്ട് ഹരിക്കണം? ഡിവൈഡ് ചെയ്യണം. പെയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒന്ന് പറഞ്ഞേ, ഇവിടെ എത്രയാണ് തുക? ഞാൻ ഇവിടെ എഴുതാണ്, സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ അപ്പുറത്തേക്ക് എഴുതാണ്. ഇത് ഞാൻ ഇങ്ങോട്ട് എഴുതാണ്, ഇങ്ങോട്ട് എഴുതുന്നു. ഓക്കെ, ഇവിടുത്തെ തുക സം എത്രയാണ്? 105 അല്ലേ? 105. ഇതിനെ ഹരിക്കണം. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ജോഡികൾ. എത്ര ജോഡികളുണ്ട്? 3. 3 കൊണ്ട് ചെയ്യുക, 3 കൊണ്ട് ചെയ്യുക. ഓക്കെ, 105നെ 3 കൊണ്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 105 ഹരിക്കണം 3. നിങ്ങൾ ചെയ്തു നോക്കുക. എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ എഴുതുകയാണ് 35 ആണ്. എനിക്കറിയാവുന്നതുകൊണ്ട് ഈസി ആയിട്ട് എഴുതുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? 105 ഹരിക്കണം 3. 105 ഹരിക്കണം 3 ചെയ്താൽ മതി, കിട്ടും. ഓക്കെ, അപ്പൊ 35 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? 6 പദങ്ങളാണ്. 6 പദങ്ങളെ നമുക്ക് 3 ജോഡികളാക്കി എഴുതാം. ആദ്യത്തേതും അവസാനത്തേതും, അതിന്റെ തൊട്ടുപ്പുറത്തുള്ളത്, അതിന്റെ തൊട്ടുപ്പുറത്തുള്ളത്. ഈ രീതിയിൽ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടി ഇവിടെ 3 പെയേഴ്സ് ജോഡികളാണുള്ളത്. ഇനി ആ ജോഡികൾ കണ്ടുപിടിക്കാൻ മറ്റൊരു വഴി കൂടി ഉണ്ട്. എന്നിട്ട് കിട്ടിയ തുകയെ, തന്നിട്ടുള്ള തുകയെ കിട്ടിയ ജോഡികൾ കൊണ്ട് ഹരിക്കണം. സമ്മിനെ, തന്നിട്ടുള്ള സമ്മിനെ പെയേഴ്സ് കൊണ്ട്, കിട്ടിയ പെയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 35 കിട്ടിയല്ലോ. 35 കിട്ടിയല്ലോ. ഇപ്പൊ കിട്ടും. ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ x1 തന്നിട്ടുണ്ടല്ലോ, ഇല്ലേ? x1 തന്നിട്ടുണ്ടല്ലോ, തന്നിട്ടുണ്ട്. x1 നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 5. അപ്പൊ x1 തന്ന സ്ഥിതിക്ക് x1ന്റെ പെയർ എടുക്കുക. x1 പ്ലസ് x6. x1ന്റെ പാലാണ് x1 പ്ലസ് x6. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ x1 പ്ലസ് x6 ചെയ്താൽ, x1ഉം x6ഉം ചെയ്താൽ ഉറപ്പായിട്ടും 35 ആണ് കിട്ടുക. ഉറപ്പായിട്ടും എന്താ കിട്ടുക? 35 ആണ് കിട്ടുക. ഈ 35 എവിടെന്നാ വന്ന്? ഈ 35. ഇതിന് വേണ്ടിയിട്ടാണ് ഈ 35 നമ്മൾ കണ്ടുപിടിച്ചത്. ഇതൊക്കെ ചെയ്തത് ഇതിനാ, ഈ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് തന്നിട്ടുള്ളത് x1 അല്ലെ? x1 തന്ന സ്ഥിതിക്കാണ് x1 എടുക്കുന്നത്. എല്ലായിടത്തും x1 തന്നെ കേട്ടോ, തരിക, പേടിക്കാനൊന്നുമില്ല. x1 പ്ലസ് x6 എന്തായിരിക്കും? 35. ഈ 35 എവിടെ കിട്ടി? ഇതാ പെടുന്നുണ്ട്. ഇതിനാണ് ഞാൻ ഇത് ചെയ്തത്. ഓക്കെ, x1 എത്രയാണ്? x1ന് പകരം നമുക്ക് 5 എഴുതാം. അപ്പൊ 5 പ്ലസ് x6 സമം 35. 5 പ്ലസ് x6 സമം 35. അപ്പൊ പറഞ്ഞേ, x6 എന്താ? ഞാൻ പറഞ്ഞു, നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളെ തൊടണ്ട, ഒപ്പം നിൽക്കുന്ന ശല്യക്കാരെ കൊണ്ടുപോയാൽ അല്ലെ? ഇപ്പുറത്ത് 35 അയാളെ തൊടണ്ട. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട x6നെ നമ്മൾ തൊടണ്ട. പിന്നെ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ 5 പ്ലസ് അങ്ങോട്ട് പോയാൽ എന്താവും? മൈനസ് ആവും. അപ്പൊ എന്ത് കിട്ടി? x6 എന്ന് പറഞ്ഞാൽ 35 മൈനസ് 5 30. കിട്ടിയോ? x6 കിട്ടിയോ? കിട്ടിയില്ലേ? x6 കിട്ടി. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം 1ാം പദം ഉണ്ട്, 6th ടൈം 6ാം പദവും ഉണ്ട്. നമ്മളോട് പറഞ്ഞത് 6ാം പദം കണ്ടുപിടിക്കാനല്ല, ഈ സീക്വൻസ് കണ്ടുപിടിക്കാനാണ് അല്ലെ? ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് 6 ടേംസ് ഓഫ് ദി സീക്വൻസ്, ഫൈൻഡ് ദി ഫസ്റ്റ് 6 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 6 പദങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും അല്ലെ? അതാണ് വിഷയം. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? 1ാം പദം കിട്ടി, തന്നിട്ടുണ്ട്. 6ാം പദം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ ചെയ്യാ? 1ാമത്തെയും 6ാമത്തെയും ഇനി നമുക്ക് അതിന്റെ നടുക്കുള്ളവരെ കണ്ടുപിടിച്ചാൽ മതിയല്ലോ അല്ലേ? എന്ത് ചെയ്യാം? അപ്പോ 1ാമത്തെയും കിട്ടി,
ആറാമത്തെ കിട്ടി അല്ലേ? ഒന്നാമത്തെ തന്നിട്ടുണ്ട്, ആറാമത്തെ കിട്ടി. അപ്പൊ ഒന്ന് ആലോചിച്ച് എന്ത് ചെയ്യാം? നമുക്ക് ആ നടുക്കുള്ളത് എങ്ങനെ എഴുതണം? നടുക്കുള്ളത് ഇങ്ങനെ എഴുതണമെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടണം, പൊതുവ്യത്യാസം കിട്ടണം. പൊതുവ്യത്യാസം ഇല്ലാതെ എഴുത്തേ നടക്കില്ല. സീക്വൻസ് എഴുതണമെങ്കിൽ പൊതുവ്യത്യാസം വേണം. സമാന്തര ശ്രേണി എഴുതാനാണ് ചോദ്യമെങ്കിൽ പൊതുവ്യത്യാസം നിർബന്ധമാണ്. കോമൺ ഡിഫറൻസ് നിർബന്ധം, ഡി നിർബന്ധം. അപ്പൊ ഡി കണ്ടുപിടിക്കണം. അതിന് നമ്മൾ തന്ന ഓർഡറിൽ എഴുതുക. x1 5 ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് x6 30. എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്ന് കിട്ടി? നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? അത് നമുക്ക് ഉപയോഗിക്കാം അല്ലേ? അടുത്തടുത്ത പദങ്ങളാണോ? അല്ല. നിയർ ബൈ ടേംസ് അല്ല, അടുത്തടുത്തുള്ള അല്ല. അപ്പൊ ഡി കാണാൻ, പൊതുവ്യത്യാസം കാണാൻ, കോമൺ ഡിഫറൻസ് കാണാൻ മലയാളത്തിൽ പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം, മലയാളത്തിലോ അല്ല ഇംഗ്ലീഷിലോ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, ടി ഡി ബൈ പി ഡി എന്ന് ചുരുക്കിയില്ല അല്ലെ? എന്താ ഞാൻ ഐഡിയ പറഞ്ഞിട്ട് എങ്ങനെ ചെയ്യാം? എന്താ പദം ഏതാ സ്ഥാനം ഒന്നും ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. ടേം ഡിഫറൻസ് ഒന്നും നമ്മുടെ വിഷയമല്ല, ടേം പൊസിഷൻ ഒന്നും നമ്മുടെ വിഷയം അല്ല. താഴത്തുനിന്ന് മേലേക്ക് അല്ലെ? താഴത്തുനിന്ന് നമ്മുടെ ഐഡിയ ഉണ്ട്, താഴത്തുനിന്ന് മേലേക്ക്. സിമ്പിൾ അല്ലെ? തന്ന ഓർഡറിൽ എഴുതിയാൽ താഴത്തുനിന്ന് മേലേക്ക്. ഏതാ താഴത്ത്? ഇവിടെ ആരാ താഴത്ത്? ദാഗെടുക്കണം 30 അല്ലെ? മൈനസ് മുകളിൽ ആരാ? 5. 30 മൈനസ് 5. ഇവിടെ ആരാ താഴത്ത്? 6. ഇവിടെ ആരാ മുകളിൽ? 1. അപ്പൊ 6 മൈനസ് 1. ക്ലിയർ ആണോ? അപ്പൊ ഒന്ന് പറഞ്ഞേ, 30 നിന്ന് 5 കുറച്ചാൽ എന്താണ്? 25 ബൈ അല്ല കേട്ടോ, ബൈ. 6 നിന്ന് 5 കുറച്ചാൽ 6 നിന്ന് 1 കുറച്ചാൽ 5. 25 ഹരിക്കണം 5. 25 ഹരിക്കണം 5 എത്രയാണ്? 5 തന്നെ. 25 ഹരിക്കണം 5 എത്രയാണ്? 5 തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പൊ 5 കിട്ടി, പൊതുവ്യത്യാസം കിട്ടി. ഇനി ഒന്ന് ആലോചിച്ച്, നമ്മളോട് ആദ്യത്തെ 6 പദങ്ങൾ എഴുതാനല്ലേ പറഞ്ഞ്? നമുക്ക് ആദ്യ പദം അറിയാം 5, രണ്ടാം പദം അറിയില്ല, മൂന്നാം പദം അറിയില്ല, 4 അറിയില്ല, 5 അറിയില്ല, 6ആം പദം അറിയാം 30 അല്ലേ? ഇതല്ലേ അവസ്ഥ. ഇപ്പൊ നമുക്ക് പൊതുവ്യത്യാസം കിട്ടിയില്ലേ? പൊതുവ്യത്യാസം കിട്ടിയാൽ എന്ത് ചെയ്താൽ മതി? കൂട്ടി എഴുതിയാൽ 5 കൂടെ 5 കൂട്ടിയാൽ 10, 10 കൂടെ 5 കൂട്ടിയാൽ 15, 5 കൂട്ടിയാൽ 20, പിന്നെ 5 കൂട്ടിയാൽ 25, 5 കൂട്ടിയാൽ 30. കറക്റ്റല്ലേ? കിട്ടിയില്ലേ? ഇത്രയുള്ളൂ ക്വസ്റ്റ്യൻ, ഇത്രയുള്ളൂ പരിപാടി. ഇതാ കഴിഞ്ഞു, നമ്മുടെ ഉത്തരമായി. ഇതാണ് നമ്മുടെ ഉത്തരം. ആയില്ലേ? മതിയില്ലേ? ഇത്ര മതിയേ, നമ്മുടെ ഉത്തരമായി. അപ്പോ നമ്പർ ഓഫ് ടൈംസ് ഈവൻ നമ്പർ ആയാൽ ചോദ്യം ഈ രീതിയിലായിരിക്കും. പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയാൽ ഈ രീതിയിലായിരിക്കും ചോദ്യം വരിക. ഓക്കെ ആണോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ചാൻസ് കൂടി. ഈ 4 എണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുമ്പോൾ, അഞ്ചാമത്തെ ഇമ്പോർട്ടൻ്റ് അല്ല, അഞ്ചാമത്തെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അഞ്ചാമത്തെ എന്താണ്? വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും കൂടി മിക്സ് ആയ ചോദ്യം. ഏത്? ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ. നമ്പർ ഓഫ് ടൈംസ് ഓടും ഉണ്ടായിരിക്കും, ഈവനും ഉണ്ടായിരിക്കും. പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ഉണ്ടായിരിക്കും, ഇരട്ട സംഖ്യ ഉണ്ടായിരിക്കും. രണ്ടും കൂടി മിക്സ് ആയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് 27ാമത്തെ പേജിൽ 3ാമത്തെ ചോദ്യം അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. നമ്പർ ഓഫ് ടൈംസ് ഒറ്റ സംഖ്യയും നമ്പർ ഓഫ് ടൈംസ് ഇരട്ട സംഖ്യയും, നമ്പർ ഓഫ് ടൈംസ് ഓഡ് നമ്പറും ഈവൻ നമ്പറും ആയ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ ആയ ക്വസ്റ്റ്യൻ. അതിന് നല്ലൊരു എക്സാമ്പിളാണ് പേജ് നമ്പർ 27ലെ 3ാമത്തെ ചോദ്യം. അപ്പൊ നമുക്ക് അതുകൂടി വേണം. 5ാമത്തെ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇത് കഴിഞ്ഞാൽ ഈ പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക്, ഈ 5 എണ്ണം പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ 4 എന്തെങ്കിലും ഉറപ്പായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടി നോക്കല്ലേ. 5ാമത്തെ ചോദ്യം ഇങ്ങനെ. എന്താ 5ാമത്തെ ചോദ്യം പറഞ്ഞത്? The sum of first 5 terms of a arithmetic sequence is 150. ആദ്യത്തെ 5 പദങ്ങളുടെ തുക, ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150 ആണ്. Sum of first 5 terms of a sequence is 150. ഓക്കെ, തന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, ഇവിടെ തന്നെ എഴുതാണ്. എന്താ? ആൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 10 terms ഈസ് 550. 550. ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550. സ്ഥലമില്ലാത്തോണ്ടാണ് ചെറുത് എഴുതുന്നത്. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് 10 terms എത്രയാണ്? 550. 550. ഇന്നത്തെ എന്തൊക്കെയാണ്? 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇത് പേജ് നമ്പർ 27ലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൽ 3 ചോദ്യങ്ങളിൽ ആദ്യത്തേത് നമുക്ക് എ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. ആദ്യത്തേത് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദി സീക്വൻസ്? ഈ ശ്രേണിയിലെ 3ാം പദം ഏതാ? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് x3, 3ാം പദം, തേർഡ് ടേം. എങ്ങനെ തേർഡ് ടേം കണ്ടുപിടിക്കാം? ഒന്ന് ചോദ്യത്തിലേക്ക് ശ്രദ്ധിച്ചേ.
നമുക്കിവിടെ എന്തൊക്കെ വിവരങ്ങളാണ് തന്നത്? 2 ഇമ്പോർട്ടൻറ്റ് വിവരങ്ങളാണ് തന്നത്. ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150 ഒന്നാമത്തെ വിവരം. എന്താണ്? സം ഓഫ് ഫസ്റ്റ് 5 ടൈംസ് ഈസ് 150. സെക്കൻഡ് ഇൻഫർമേഷൻ എന്താ? രണ്ടാമത്തെ വിവരം എന്താ? 10 പദങ്ങളുടെ തുക 550. 10 ടൈംസ് സം ഓഫ് 10 ടൈംസ് 550. 2 വിവരങ്ങളുണ്ടല്ലോ. ഇതിലേതാ നമ്മൾ ഉപയോഗിക്കുക? നമ്മളൊന്ന് ലോജിക്കായിട്ട് ആലോചിച്ച് നോക്കിയേ. മൂന്നാം പദമല്ലേ കിട്ടണ്ടേ? അല്ലേ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു അതൊരു മധ്യപദമായിരിക്കും. മിഡിൽ ടേം എന്ത് പറയാൻ പറയാം? ഉറപ്പായിട്ടും. അപ്പൊ നമ്മൾ ആരെ സഹായിക്കുക? പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണോ? നമ്പർ ഓഫ് ടൈംസ് എന്താവണം? ഒറ്റ സംഖ്യ, ഓഡ് നമ്പർ ആണ്. അപ്പൊ ഈ ആദ്യത്തെ ആളല്ലേ നമ്മളെ സഹായിക്കുക. എങ്ങനെയാണ് സഹായിക്കുക എന്ന് ആലോചിച്ച്. 5 പദങ്ങൾ എന്ന് പറഞ്ഞാൽ x2, x1, x2, x3, x4, x5 ആണല്ലോ. ഇതിൽ ഈ x3 എന്ന് പറഞ്ഞാൽ എന്താണ്? മധ്യപദമാണ്, അഥവാ മിഡ് ടേം ആണ് അല്ലേ? അപ്പൊ മിഡ് ടേം ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്ലിയർ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട് നമുക്കറിയാവുന്ന സമവാക്യമുണ്ട്. തുക സമം മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഇംഗ്ലീഷില് സം ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു അല്ലെങ്കിൽ മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് അല്ലെ? തുക എത്രയാണ്? ഇവിടെ എത്രയാണ് തുക? 5 പദങ്ങളാണ്. ഇവിടെ 5 എണ്ണാണ് അല്ലെ? 5 എണ്ണത്തിന്റെ തുക നോക്കട്ടെ. എത്രയാണ്? 150 സമം മിഡ് ടേം. നമുക്ക് കണ്ടുപിടിക്കേണ്ട മധ്യപദം ഏതാണ്? x3 ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഇവിടെ എത്രയാണ്? 5. നമ്മൾ നേരത്തെ ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ? നമുക്കറിയാം. 5 ഇങ്ങോട്ട് പോകാൻ പോലെ മതി. x3 അവിടെ നിൽക്കട്ടെ, 150 ഇവിടെ നിൽക്കട്ടെ. എന്താ ചെയ്യണ്ടേ? ഗുണിക്കണം 5 ഇങ്ങോട്ട് പോന്നാൽ ഹരിക്കണം 5. ഗുണിക്കണം 5 ഇങ്ങോട്ട് പോന്നാൽ ഹരിക്കണം 5. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? ആയതുകൊണ്ട് x3 മൂന്നാം പദം തേർഡ് എന്താണ്? 150 ഹരിക്കണം 5. 150 ഹരിക്കണം 5 എത്രയാണ്? ഈസി 30. 150 ഹരിക്കണം 5 150 ഹരിക്കണം 5 എത്രയാണ്? 30. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ് കിട്ടിയല്ലോ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം. ഇതിലെ രണ്ടാമത്തെ ചോദ്യം എങ്ങനെ വരിക? വാട്ട് ഈസ് ദ 8th ടേം ഓഫ് ദി സീക്വൻസ്? ഈ ശ്രേണിയിലെ 8ാം പദം എത്രയാണ്? ഈസി ആയിട്ട് ഇവിടെ വരട്ടെ. ഈസി. ഇങ്ങനെ ചോദ്യം വരുമ്പോൾ മൂന്നാം പദം കണ്ടുപിടിച്ചല്ലോ, കിട്ടിയല്ലോ. ഇനി നമ്മൾ 8ാം പദം കണ്ടുപിടിക്കുന്നത് ഈസി ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ പറഞ്ഞുതരാം. അപ്പോ ഇതിലെ ബി ക്വസ്റ്റ്യൻ എന്താണ്? 8th ടേം 8ാം പദം എന്താണ്? ഓക്കെ. 8 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു ഈവൻ നമ്പർ ആണ് അല്ലെ? 8 എന്ന് പറഞ്ഞാൽ 5 എണ്ണത്തിന് ശേഷമുള്ളതുമാണ്. 2 രീതിയിലും പറയാം. അപ്പൊ ആദ്യത്തെ 5 പദങ്ങളുടെ തുക എന്നുള്ള ഭാഗം കൊണ്ട് ഇനിയിപ്പോ നമുക്ക് തൽക്കാലത്തേക്ക് യാതൊരു ഉപകാരം ഇല്ലാന്ന് മനസ്സിലായല്ലോ. കാരണം എന്താ? 5 എണ്ണം കഴിഞ്ഞിട്ടാണ് 8 അല്ലെ? അപ്പൊ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ആരെ ഉപയോഗിക്കാതാ? അടുത്ത ആളാരാണ്? 10 പദങ്ങൾ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 10 പദങ്ങൾ അല്ലെ? 10 എന്ന് പറയുമ്പോൾ ഏതാ നമ്പർ? ഈവൻ നമ്പർ വരുമ്പോ എങ്ങനെയാണ്? ആദ്യത്തേത് അവസാനത്തേത് പെയർ ജോഡിയൊക്കെ. ആദ്യത്തേത് അവസാനത്തേത് അതിന് തൊട്ടിപ്പത്തല്ലേ. പക്ഷെ ബുദ്ധിമുട്ടല്ലേ 10 എണ്ണം എഴുതി വരുമ്പോ? എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ 10 ആണല്ലോ, ഈവൻ ആണല്ലോ, അത് മതി. 10 ആണ്, ഇരട്ടസംഖ്യയാണ്, അത് മതി. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾ ഉറപ്പിച്ചോ, നമ്മളോട് ഇവിടെ x8 അല്ലേ ചോദിച്ചത് അല്ലെ? നമ്മളോട് ഒന്നാമത്തെ ചോദ്യത്തിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? x3 മൂന്നാം പദം അല്ലെ? നമ്മളോട് ഇവിടെ 8ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമ്മളോട് ആദ്യ ചോദ്യത്തിൽ മൂന്നാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞു ആണല്ലോ. ആദ്യത്തേതിൽ മൂന്നാമത്തെ ടേം, തേർഡ് ടേം മൂന്നാം പദം, ബിയില് 8ാം പദം 8th ടേം. അങ്ങനെ നിങ്ങൾ ഉറപ്പിച്ചോ നമ്മുടെ ഇവിടുത്തെ പേര് നമ്മളിങ്ങനെ 8 എണ്ണം ആദ്യത്തേത് അവസാനത്തേത് പിന്നെ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. നമ്മളോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ x3 അല്ലേ കാണാൻ പറഞ്ഞ്? അല്ലേ? ആണ്, എനിക്കറിയാം അല്ലേ? ഇവിടെ നമ്മളോട് x8 അല്ലേ കാണാൻ പറഞ്ഞു? അപ്പൊ നമ്മുടെ ഇവിടുത്തെ പേര് ബി തമ്മിൽ തന്നെയാണ്. അല്ലാതെ നമ്മൾ x1, x2, x3 അങ്ങനെയൊക്കെ എഴുതി ആദ്യത്തേത് അവസാനത്തേത് അതിന്റെ തൊട്ട് പുറത്തുള്ളത് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ചോദ്യം ചെയ്ത പോലെ ചെയ്യേണ്ട ആവശ്യമില്ല. വേണ്ട. എന്താണ് എളുപ്പപ്പണി? ഇതാ നമ്മളോട് ഒന്നാമത്തെ ചോദ്യത്തിൽ എന്താണോ പറഞ്ഞത് അതും രണ്ടാമത്തെ ചോദ്യത്തിൽ എന്താണോ പറഞ്ഞത് അത് രണ്ടും കൂടിയാണ് കൂട്ടേണ്ടത്. ഉറപ്പിച്ചോ? സമം. ഇവിടെ എഴുതേണ്ടത് എന്തുണ്ടല്ലോ ഇല്ലേ? ഇവിടെ ഒരു സംഖ്യ എഴുതണ്ടേ? അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ച്? ഓർമ്മ? ദാ തുക ഹരിക്കണം ജോഡി. ഇംഗ്ലീഷില് സം ഡിവൈഡഡ് ബൈ പെയർസ്. ഓർമ്മ ഉണ്ടോ? ഇതാണല്ലോ ചെയ്തത്. ഇവിടെ എഴുതേണ്ട സംഖ്യ നമുക്ക് ഡൗട്ടുള്ള തൊട്ടുമ്പത്തെ ചോദ്യം, 4ാമത്തെ ചോദ്യം ചെയ്യാട്ടോ. അതിലുണ്ട് നമ്മള് ചെയ്തിട്ടുണ്ട്. ഓക്കെ.
അപ്പൊ തുക ഹരിക്കണം പെയേഴ്സ്, ജോഡികൾ. തുക ഹരിക്കണം ജോഡികൾ, സം ഡിവൈഡഡ് ബൈ പെയേഴ്സ്. ഇവിടെ എത്ര പെയർ ഉണ്ട്? പെയേഴ്സ്. അതറിയേണ്ടത് ആദ്യം. ജോഡികൾ അറിയണ്ടേ? ജോഡികൾ കണ്ടുപിടിക്കാൻ ഞാൻ ഐഡിയ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ, എത്ര പദങ്ങളുണ്ട് നോക്കുക. ടേംസ് എത്ര ഉണ്ട്? ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 10. അതിന് രണ്ടുകൊണ്ട് ഇരിക്കുക, അല്ലെങ്കിൽ അതിന്റെ പകുതി എടുക്കുക, അതിന്റെ പകുതി എടുക്കുക. നേരത്തെ 6 ആയിരുന്നു, നമുക്ക് പേഴ്സ് കിട്ടിയത് 3 ആണ്. നേരത്തെ 6 പദങ്ങളായിരുന്നു, 3 ജോഡികൾ കിട്ടി. 6 ടേംസും 3 പേഴ്സും. ഇവിടെ 10 ആണ്. അപ്പൊ 10ന്റെ പകുതി എത്രയാണ്? 5. ഈസി. നമ്മൾ കയ്യിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് പറഞ്ഞ ഇവിടെ പറഞ്ഞേ സം എത്രയാണ്? 10 പദങ്ങളുടെ തുക 550. 550 ഹരിക്കണം പേഴ്സ്. എത്ര ജോഡികളുണ്ട്? 5. 550 ഹരിക്കണം 5 എത്രയാണ്? 110. ഹരിച്ചു നോക്കുക. 110 കിട്ടിയല്ലോ. ആ 110 ആണല്ലോ നമ്മൾ ഇവിടെ എഴുതുന്നുണ്ട്. എഴുതി 110. സിമ്പിൾ. 110 കിട്ടിയില്ലേ? ഇനി ഒന്ന് പറഞ്ഞേ, x3 പകരം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. x3 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയായിരുന്നു? 130. എത്രയായിരുന്നു? 30 പ്ലസ് x8 സമം 110. ഇനി എങ്ങനെ x8 കണ്ടുപിടിക്കുക? പറഞ്ഞ് മടുത്തു കേട്ടോ. എങ്ങനെയാണ് x8 എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം. എന്തറിയാം? നമുക്ക് വലുതും അറിയാലേ. ആ സാറിന് അങ്ങനെ വലുതും അറിയും, നിങ്ങൾക്കും പറയാലേ. എന്തറിയാം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവിടെ നിൽക്കട്ടെ. അവിടെ നിൽക്കട്ടെ. അതിന്റെ അപ്പുറത്തുള്ള ആളാ, അപ്പുറത്തേക്ക് ആളുണ്ടല്ലോ, ഇവിടെ അയാൾ അവിടെ നിൽക്കട്ടെ. പിന്നെ എന്താ ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടതിന്റെ ഒപ്പമുള്ള ശല്യക്കാരൻ. കണ്ടുപിടിക്കേണ്ടതിന്റെ ഒപ്പം ആരുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ശല്യക്കാരനാണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം, അതിന്റെ ഒപ്പമുള്ളതൊക്കെ നമുക്ക് ശല്യക്കാരനാണ്. ഓക്കെ, ആരാ? 30 പ്ലസ് 30 ഇങ്ങോട്ട് വന്നാൽ -30. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x8 സമം കുറച്ചാൽ 80. കിട്ടിയോ? ഇനിയോ ഒരു ചോദ്യം കൂടി ഉണ്ട്. റൈറ്റ് ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. നമ്മൾ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ചോദ്യത്തിൽ 6 പദങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ 6 എഴുതി നമുക്കപ്പോ ഈ 3 വിഷയം. എങ്ങനെ പദങ്ങൾ എഴുതണമെങ്കിൽ, ടേംസ് എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കോമൺ ഡിഫറൻസ് വേണം അല്ലെ? പൊതുവ്യത്യാസം വേണം. അപ്പൊ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മളോട് 3 ടേം എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ടേം എഴുതണം. ചോദ്യം ഉറപ്പാണ്. നമുക്ക് കോമൺ ഡിഫറൻസ് വേണം, പൊതുവ്യത്യാസം വേണം. അവനെന്താ വേണ്ടത്? തന്ന ഓർഡറിൽ എഴുതുക. തന്നത്. ഇവിടെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് x3 അല്ലേ? തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിച്ച അത് മതി, പ്രശ്നമില്ല. ആദ്യം കണ്ടുപിടിച്ച x3 ആണെങ്കിൽ അത് ആദ്യം എഴുതുക. x3 സമം 30. രണ്ടാമത് കണ്ടുപിടിച്ചത് x8 ആണെങ്കിൽ നമ്മൾ അത് ആദ്യം എഴുതുക 80. എന്നിട്ടോ അടുത്തടുത്തുള്ള പദങ്ങളാണോ? അല്ല. അപ്പൊ നമ്മൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ d സമം പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം, td ബൈ ടേം ഡിഫറൻസ് ബൈ pd പൊസിഷൻ ഡിഫറൻസ്. എങ്ങനെ ചെയ്യാം? അതെ, താഴത്തുനിന്ന് മേലേക്ക് അല്ലെ? താഴത്തുനിന്ന് മേലേക്ക്. ഓക്കെ, താഴത്താരാ? 80. മേലെ ആരാ? 30. താഴത്തുനിന്ന് മേലേക്ക് മൈനസ് ചെയ്യാം. 30 മൈനസ് ചെയ്തോ. ഇവിടെ ആരാ? 8. മുകളിലാരാ? 3. സിമ്പിൾ. 80 മൈനസ് 30 50 ബൈ 5. 8 3 പോയാൽ 5. 50 ബൈ 5 എത്ര കിട്ടും? 10. 10 കിട്ടിയില്ലേ? ഇനി നമ്മളോട് എന്താ പറഞ്ഞേ? ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. ആദ്യ പദം നമുക്കറിയോ? ഇല്ല. രണ്ടാം പദം നമുക്കറിയോ? ഇല്ല. മൂന്നാം പദം നമുക്കറിയോ? ഇല്ലാന്നല്ല, അറിയും. എത്രയാണ്? 30. 30. അപ്പൊ അവിടെ 30 ആണല്ലോ. പൊതുവ്യത്യാസം 10 ആണല്ലോ. 30 മൂന്നാം പദം ആണെങ്കിൽ നാലാം പദം നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പൊതുവ്യത്യാസം കൂട്ടും, കോമൺ ഡിഫറൻസ് കൂട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 40 കിട്ടും. അഞ്ചാം പദം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും കൂട്ടും. അപ്പൊ എന്ത് കിട്ടും? 50 കിട്ടും അല്ലെ? അങ്ങോട്ട് കൂട്ടുകയാണ്. അപ്പൊ ഇങ്ങോട്ട് എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് കുറക്കണം. വലതുവശത്തേക്ക് കൂട്ടലാണെങ്കിൽ ഇടതുവശത്തേക്ക് കുറക്കണം. 30 നിന്ന് 10 കുറച്ചാൽ 20. 20 നിന്ന് 10 കുറച്ചാൽ 10. കിട്ടിയോ? കിട്ടി. ഇത്രയേ ഉള്ളൂ. 2 കൂടി കിട്ടി. എല്ലാം കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. ഈ 5 ചോദ്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ക്ലിയർ ആണോ? ഈ 5 ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് വരുന്ന നിങ്ങളുടെ എല്ലാ ഭാഗങ്ങളും കളറാവും. ഒരു ടെൻഷൻ എടുക്കേണ്ട. ഈ 5 എണ്ണം പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും നോക്കേണ്ട കാര്യം ഇല്ല. ക്ലിയർ? ഓക്കെ, എന്നാ ശരി. നമുക്ക് അടുത്ത വീഡിയോയിൽ 3ാമത്തെ പാഠവും 2ാമത്തെ പാഠവും അതിനുശേഷം 4ാമത്തെ പാഠവും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ വന്നു. നമുക്ക് അടുത്ത ക്ലാസ് ഇതേപോലെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കട്ടക്ക് നിന്നാൽ ഞാനുണ്ടാവും. ഓക്കെ അല്ലേ? ശരി, ബൈ.